ഫയലി നേരിട്ടൊരു മത്സരം ഓപ്പൺ എയറിൽ എന്താ ഹിന്ദിയുടെ വരവൊന്ന് കൊഴുക്കട്ടെന്നേ. സമ്മതിച്ചു. അപ്പോൾ തീർച്ചയായും ഇന്ത്യയിൽ കൃത്യമായി RSS ഞാൻ വളരെ തുറന്നു പറയുന്നു, RSS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ്, ഫാസിസ്റ്റ് പ്രവണതകളുള്ള പ്രത്യയശാസ്ത്രമാണ്. നല്ല ഉപദേശമാണ് ആയിരിക്കുന്ന ആളോട് ചെന്ന് പറയാം. അവരുടെ അവരുടെ അടിത്തറ എന്താണ്? അവരുടെ അടിത്തറ വംശീയതയാണ്. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ, ഇവർ എങ്ങനെ മണത്തറിഞ്ഞു? പക്ഷേ ഇന്ന് നിലവിൽ ഏതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ ലക്ഷണയുക്തമായ എല്ലാ അർത്ഥതലങ്ങളിലും ലക്ഷണയുക്തമായ ഒരേ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം ഇന്ന് നിലവിലുള്ളത് കമ്മ്യൂണിസമാണ്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്ക് ഉണ്ട്. ഒരു യഥാർത്ഥ കമ്മ്യൂണിസം, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഫാസിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ, ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ കാണുന്നത് പിണറായി വിജയനെയാണ്. കാരണഭൂതൻ കള്ളപ്പന്നി. പക്ഷേ വിഷയത്തെ ദയവായി ലഘൂകരിക്കരുത്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? ഫാസിസത്തിൽ വളരെ കൃത്യമായ പ്രവണതകളുണ്ട്. അത് ലോകത്താകെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് റൈസിസമാണ്, വംശീയതയാണ്. 2 അപരമത വിദ്വേഷമാണ്. 3ാമത്തേത് മാനവിക വിരുദ്ധമാണ്. 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ബഹുസ്വരതയ്ക്കെതിരാണ്. നിങ്ങൾ ലോകത്തിൽ ഇതുവരെ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെയും നോക്കൂ, അവരെല്ലാവരും ബഹുസ്വരതയ്ക്കെതിരാണ്. ബഹുസ്വരത ഒരു മഹാപാപമാണ്. ഓ, അതൊക്കെ അറിയാലേ. പിന്നെ അത് വേറെ ആരോ പറഞ്ഞു കേട്ടതാ. ഡൈവേഴ്സിറ്റി ഈസ് നോട്ട് പോസിബിൾ, അത് സാധ്യമല്ല എന്നതാണ് എല്ലാ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെയും മുഖ്യമായ ടാഗ് ലൈൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ ബഹുസ്വരതയ്ക്കെതിരാണ്. എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നത്? ഓ പിന്നെ സഖാവിന്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഒരു ബഹിഷ്കരണം പോയി പണിയെടുക്കണോ. ഇന്ത്യൻ ബഹുസ്വരതയ്ക്ക് നിങ്ങളെതിരാണ്. അതിലൂടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്കെതിരാണ്, ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്. റഹീം പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഭൂഷാ ഭരണഘടനയാണെന്ന് വ്യാഖ്യാനിച്ചവരാണ്. ഓഹോ, എന്നിട്ടാണ് നിന്നെ ന്യായം പറയണത്? നാം ഒന്ന് എന്ന് ഒരിക്കലും പറയാത്തവരാണ്. ഭാരതം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ, അത് ആര്യനും ദ്രാവിഡനും തമ്മിൽ ഛേദിക്കപ്പെട്ടതാണ്. മധ്യേഷ്യയിലെ ലുഫ്താനിയിൽ നിന്ന് വന്നവൻ ആര്യൻ, അത് അയാളുടെ നേതാവ്, ആര്യന്മാരുടെ നേതാവ് രാമൻ. എന്തൊരു ബുദ്ധിയാണ് നിനക്ക്. ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്നുവൻ ദ്രാവിഡൻ, അവരുടെ നേതാവ് രാവണൻ. അങ്ങനെ ആര്യ ദ്രാവിഡ സംഘർഷം രാമരാവണ യുദ്ധമായി വ്യാഖ്യാനിച്ച് റൊമിള താപ്പറെ പോലെ ഉള്ള ചരിത്രകാരന്മാരുടെ ആ ചരിത്ര പഠനത്തെ ഇന്ത്യൻ ചരിത്ര പഠനമായി കൊണ്ടുവരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ഒരു സഖാവ് അലവലാദികളും എവരെയൊക്കെ കാണുന്നതേ ഇറണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല. പറ്റപ്പിള്ളേ, അവർക്ക് ഒന്നും എന്നില്ല, ആയുധമില്ലാത്ത ഈ ആയുധ വിപ്ലവത്തിന്, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്ന ആയുധ വിപ്ലവത്താണ് യഥാർത്ഥ കമ്മ്യൂണിസം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. എന്ത് പുല്ലാകടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം. അപ്പൊ ആയുധം മാത്രമാണ് ലക്ഷ്യം. ഭാരതത്തെ ഒന്നായി കാണുന്നില്ല. എന്നിട്ടാണ് ഞങ്ങൾ ഒന്നൊന്ന് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അതുകൊണ്ട് ഈ ഫാസിസത്തെ കുറിച്ചിട്ടുള്ള ചർച്ച വരുമ്പോ ഉടനെ സംഘപരിവാർ എന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. അത് നിരക്കേടില്ല, കട്ടോനെ കിട്ടിയില്ല, കിട്ടിയോനെ പിടിക്കാം. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഫാസിസവും സംഘപരിവാറും തമ്മിലുള്ള ബന്ധം. രാഷ്ട്രം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭാരതം ഒന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാനിത് പറഞ്ഞു തീരാണ്ട് ഞാനിത് പറഞ്ഞു തീരാണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. നീ ഇന്ന് മേടിക്കും. റെഫറി ഗോൾ അടിക്കരുത്. സമച്ചാ രാഷ്ട്രം അതൊന്നാണ്. അതുകൊണ്ടാണ് ഭാരത് മാതാ കി ജയ്. എന്റെ ഭാരത മാതാവേ. പക്ഷേ രാഷ്ട്രം 16 എന്ന് വ്യാഖ്യാനിച്ചവർ, മൗണ്ട് ബാറ്റനോട് ഇന്ത്യ 16 വിഭജിക്കണമെന്ന് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ. ആ തെണ്ടികളാണ് ഒന്നും പറയാണ്ടിരിക്കാ. ഭാരതത്തെ രണ്ടായി പ്രഖ്യാപിച്ചപ്പോൾ ഭാരതത്തിന്റെ ദേശീയത എന്ത് എന്ന് ചോദിച്ചപ്പോൾ മുണ്ട് നോക്കി കാണിച്ചു തരും. ഇനി ഞാനായിട്ട് എന്തിനാ പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്നത്? ഇപ്പോൾ ഭാരതത്തിന്റെ ദേശീയത ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്. എല്ലാ സംസ്ഥാനങ്ങളും സംയോജിക്കപ്പെട്ടതുകൊണ്ടാണ്. അവിടെ ഞങ്ങളുടെ ക്ലാരിറ്റി ആയിട്ട് പറയട്ടെ, ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ഈ കുണോന്ന് വെച്ച എന്താ കുട്ടി മാമ? കിനോ ഞാൻ പറഞ്ഞുതരാം. ഇവ തന്നെ പറഞ്ഞേരണേ. അദ്ദേഹം പറഞ്ഞാൽ ബഹുസ്വരത, ഭാരതത്തിന്റെ സ്വത്വം, ആ ഭാരതത്തിന്റെ സ്വത്വം അതാണ് ഭാരതീയത. പിന്നെ ഒതിനകത്തൊക്കെയെന്ന് പറഞ്ഞ കോപ്പല്ലേ ആ ഭാരതീയത എന്ന ഭാരതത്തിന്റെ സ്വത്വം. ആ സ്വത്വമാണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ചത്. ആ സ്വത്വത്തെയാണ് ഞങ്ങൾ ദേശീയതയായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ദ ലാസ്റ്റ് പോയിന്റ്. അതുകൊണ്ടാണ് EMS നമ്പൂതിരിപ്പാട് ചൈനയിൽ പോയപ്പോ മാവോയ്ക്ക് കൊടുത്തത് എന്താ? ബഹുസ്വരതയുടെ ആയുധമല്ല, മാവോയ്ക്ക് കൊടുത്തത് ശിവതാണ്ഡവത്തിന്റെ ആണ്. EMS നമ്പൂതിരിപ്പാട് ചൈനയിൽ പോയപ്പോ മാവോയ്ക്ക് കൊടുത്തത് എന്താ? മാവോയ്ക്ക് കൊടുത്തത് ശിവതാണ്ഡവത്തിന്റെ ആണ്. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും?
തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ഇവിടുന്ന് പോപ്പിനെ കാണാൻ പോയപ്പോ ഈ നായനർ കൊടുത്ത എന്താ ബഹുസ്വരതയുടെ അടയാളമല്ല ഭഗവത്ഗീത. എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഭാരതത്തിന്റെ സ്വത്വമായതുകൊണ്ടാണ്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ചോദ്യങ്ങൾ ആ സ്വത്വത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഒന്നും കൂടി കൃത്യമായി പറയുന്നു, ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം വരില്ല. കാരണം ഇന്ത്യയിൽ ഒരിക്കലും കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസം വരൂല്ല. കമ്മ്യൂണിസം അടിത്തട്ടിൽ ഇല്ലാതായ ഒരു രാജ്യമാണ് ഇന്ത്യ. എന്തെന്തു മോഹങ്ങളായിരുന്നു, എത്ര കിനാക്കളായിരുന്നു. ഒരു ഉദാഹരണം ഈ ഇരിക്കുന്ന ഓഡിയൻസിനോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ഇടതും വലതും പറയുന്ന ഈ കള്ളപ്രചരണത്തിന് അപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു ഫാസിസ്റ്റ് സമീപനത്തെ കുറിച്ച് ഇതിനുള്ളിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. സിംഗിൾ ക്വസ്റ്റ്യൻ. ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. നാണവും മാനവും ഉളുപ്പും അല്പമെങ്കിലും തീണ്ടിയിട്ടുണ്ടെങ്കിൽ, വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഞാൻ അങ്ങോട്ടല്ലേ, ഞാൻ അങ്ങോട്ടാണ്. റഹീം നേരത്തെ പറഞ്ഞ എന്താ ബഹുസ്വരത നമ്മൾ ഒന്നാണെന്ന് ചിത്രം. ഇന്ത്യ 16 വിഭജിക്കണം എന്ന് പറഞ്ഞവരെ അവര്. അതാണ് നമ്മളെ മാനിഫെസ്റ്റോ. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇന്ത്യ ആരെന്നോ ചരിത്രം അറിയില്ല, ഇപ്പോ ചരിത്രം പഠിച്ചിട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്റെ മനസ്സ് എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഇന്ത്യ 16 വിഭജിക്കണമെന്നും 16 ദേശീയത ഇന്ത്യക്കുണ്ടെന്നും അത് കഴിഞ്ഞപ്പോ ഒന്നുകൂടെ 17 ഉണ്ടെന്നും ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ഇന്ത്യ ഒന്നാണെന്ന് കണ്ടെന്ന ഇവര് പിന്നെ രണ്ടാക്കിയെ കുറിച്ചുള്ളൂ. ഇവര് രണ്ടാക്കിയെ കുറിച്ചുള്ളൂ. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. ഇന്ത്യ ഒന്നാക്കി നിർത്താനും ഭാരത് മാതാ കി ജയ് എന്ന ഒരു മുദ്രാവാക്യം വിളിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മനസ്സിലായ നിനക്കെങ്ങനെ മനസ്സിലാവാൻ തന്റെ തലയിൽ വല്ലതും ഉണ്ടായി? ശ്രീ എ റഹീം ഇവിടെ പറഞ്ഞു, ഞാൻ ജനാധിപത്യ വിരുദ്ധത എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ ഏതെങ്കിലും ഒരു സമരത്തിൽ ഒരു സമരവുമായി ആരെങ്കിലും വരുമ്പോ മറ്റേ പാർട്ടിക്കാരിറങ്ങി ആ പാർട്ടിക്കാരെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് രക്ഷിക്കാരല്ലേ, ജീവൻ രക്ഷിക്കാരല്ലേ. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എങ്ങനെ ഇരിക്കണം? കരിങ്കോടി കാണിക്കുന്നവരെ അടിക്കാൻ വേണ്ടി ഏരിയ കമ്മിറ്റി തരംതിരിച്ച് ടീമിനെ ഉണ്ടാക്കി അടിക്കാൻ നിർത്തുന്നതിനെയാണ് ജനാധിപത്യ വിരുദ്ധത എന്ന് പറയുന്നത്, അല്ലാതെ പോലീസ് ആക്രമിക്കുന്നതിനെയല്ല. അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ, അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലോ കുറ്റം പറയാനൊക്കോ? മേലനങ്ങി പണിയെടുക്കാൻ അറിയില്ല, ഭാഷ അറിയില്ല. സോ can you the government of Karnataka കമ്പ്യൂട്ടർ പോലും അറിയും. പിന്നെ ആകെ കൂടി അറിയാവുന്ന പണി രക്ഷാപ്രവർത്തനം. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? കാലിൽ മുള്ളുണ്ടെങ്കിലും ആർക്കെങ്കിലും ചോര പിടിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത്? നിങ്ങൾക്ക് വലിയ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. നമുക്ക് അടുത്ത സെഷനിലേക്ക് നീങ്ങേണ്ടതുകൊണ്ട് നമുക്ക് അത് നമ്മളെ ഉദ്ദേശിച്ചാണ്. പതുക്കെ വലിയ